ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ദിശ മലയാളി യൂട്യൂബർ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ആക്നെ പിമ്പിൾസ്. ഒരുപാട് പേർക്കുള്ള ഒരു പ്രോബ്ലം ആണല്ലേ. അപ്പോൾ നമുക്കിത് വീട്ടിൽ തന്നെ വളരെ ഈസിയായി എങ്ങനെ ട്രീറ്റ് ചെയ്ത് മാറ്റാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഈ ആക്നെ പിമ്പിൾസ് ഒക്കെ വരാനുള്ള റീസൺസ് എന്തൊക്കെയാണ് എന്നതിനെ പറ്റി ഞാനൊരു വീഡിയോ കുറേ മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് കാണാത്തവർ പോയി കാണുക, ഞാനതിന് ലിങ്ക് കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ അതിനെപ്പറ്റി കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ ഈ പറയുന്ന മെത്തേഡിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ തന്നെ ആക്നെ പിമ്പിൾസ് നിങ്ങൾക്ക് നല്ല രീതിയിൽ മാറ്റിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ തൊട്ടടുത്തൊരു കൊച്ചു ബെലൈക്കൺ വരും, അതുകൂടെ ക്ലിക്ക് ചെയ്യണം. അത് ക്ലിക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ, അപ്പോൾ തന്നെ കാണാനും പറ്റുള്ളൂ. അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്ക് ആക്നെ പിമ്പിൾസ് ഇത് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാക്ക് തയ്യാറാക്കേണ്ടത് എങ്ങനെയെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് വേണ്ടത് മുൾട്ടാണി മേട്ടിയാണ്. അത് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇത് ഓയിലി സ്കിന്നിന് ബെസ്റ്റ് ആണ് കേട്ടോ ഈ മുൾട്ടാണി മേട്ടി. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് പൊട്ടറ്റോയുടെ ജ്യൂസ് ആണ്. അപ്പൊ അത് എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയാലോ. പൊട്ടറ്റോ ഗ്രേറ്റ് ചെയ്തിട്ട് അതിന്റെ ജ്യൂസ് എടുക്കാം, അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ അടിച്ചിട്ട് അതിന്റെ ജ്യൂസ് എടുക്കാം. ഇതൊരു 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. അടുത്തായിട്ട് വേണ്ടത് ലെമൺ ജ്യൂസ് ആണ്. ഇത് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. ലാസ്റ്റ് ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് ഹണി ആണ്. അതൊരു 1/2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. ഇനി ഹണി അലർജി ആയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരം എലോവേര ജെല്ല് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇതൊരു കിടിലം പാക്കാണ് ആക്നെ പിമ്പിൾസ് ഇത് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പാക്കാണ് ഇത് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ ഫേസ് പാക്ക്. ഇനി ഈ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാന്ന് പറയാം. ആദ്യം മുഖം നന്നായിട്ട് കഴുകി വൃത്തിയാക്കുക. അതിനുശേഷം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തൊന്ന് ചൂടാക്കുക. എന്നിട്ട് ഇതിനകത്തേക്ക് ഒരു നല്ല വൃത്തിയുള്ള ഒരു തുണി മുക്കി അത് പിഴിഞ്ഞെടുക്കുക. എന്നിട്ട് മുഖത്തേക്ക് ഒന്ന് ആവി പിടിച്ചു കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ സ്കിൻ ഒന്നുകൂടെ ഡീപ്പായിട്ട് ക്ലീൻ ആവും. അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ പോസ് ഒക്കെ ഒന്ന് ഓപ്പൺ ആവും. ഈ സമയത്ത് ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ പാക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലൊരു റിസൾട്ട് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ഈ പാക്ക് പെട്ടെന്ന് തന്നെ സ്കിന്നിനുള്ളിലേക്ക് പോയി നിങ്ങൾക്ക് ബെസ്റ്റ് റിസൾട്ട് കിട്ടാൻ ഇത് ഹെൽപ്പ് ചെയ്യും. ഈ ഒരു പാക്കിൽ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് മുൾട്ടാണി മെട്ടി, പൊട്ടാറ്റോ ജ്യൂസ്, ലെമൺ ജ്യൂസ്, ഹണി ഇത്രയാണ്. ഇതിൽ മുൾട്ടാണി മെട്ടി നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന എക്സസ് ആയിട്ടുള്ള ഓയിൽ പ്രൊഡക്ഷനെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കും. അതുപോലെ തന്നെ ആക്നെ പിമ്പിൾസ് ഇതൊന്നും വരാതിരിക്കാനും സ്കിൻ നന്നായിട്ട് ടൈറ്റൻ ചെയ്ത് നിർത്തി സ്കിന്നിനെ എപ്പോഴും നല്ല യങ് ആക്കി വെക്കാനും ഈ മുൾട്ടാണി മെട്ടി റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ സ്കിന്നിന് നല്ല കളർ കൊടുക്കാനും ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പൊട്ടാറ്റോ ജ്യൂസ് ആണ്. അറിയാലോ, ആക്നെ പിമ്പിൾസ് ഒക്കെ വന്നിട്ടുള്ള കറുത്ത പാടുകൾ മാറ്റാനായിട്ട് പൊട്ടാറ്റോ ജ്യൂസ് വളരെയധികം ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് ഒന്നും വരാതിരിക്കാനും ഇത് റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ലെമൺ ജ്യൂസ് ആണ്. അതറിയാലോ, നല്ലൊരു ബ്ലീച്ചിങ് ഏജന്റ് ആണ്. നമ്മുടെ പ്രത്യേകിച്ച് ഓയിലി സ്കിന്നിന് വളരെയധികം നല്ലതാണ് ഈ ലെമൺ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ പാക്കിൽ ടീ ട്രീ ഓയിൽ അവൈലബിൾ ആണെങ്കിൽ അതുകൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ടീ ട്രീ ഓയിൽ ഓയിലി സ്കിന്നിന് വളരെ നല്ലതാണ്. പിന്നെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഹണിയാണ്. ഇത് സ്കിന്നിനെ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഇത് നമ്മൾ ഈ പാക്ക് അപ്ലൈ ചെയ്ത് ഒരു 20 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഇത് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയി തുടങ്ങും. അപ്പൊ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ആ പൊട്ടറ്റോയുടെ ജ്യൂസ് ഉണ്ടാവുമല്ലോ, അത് വെച്ചിട്ട് ജസ്റ്റ് ഈ പാക്കിനെ ഒന്ന് നനച്ചു കൊടുക്കുക. എന്നിട്ട് അത് വെച്ചിട്ട് നമ്മുടെ ഫേസിലേക്ക് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ദെൻ വീണ്ടും അതിനെ ഒന്ന് ഡ്രൈ ആകുന്നവരൊന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ഇത് നോർമൽ വാട്ടറിൽ നിങ്ങൾക്ക് ഇത് വാഷ് ചെയ്ത് കളയാം. ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് ഒരു ഐസ് ക്യൂബ് വെച്ചിട്ട് ഫേസിൽ മസാജ് ചെയ്ത് കൊടുക്കാം. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഗ്രീൻ ടീ വാട്ടർ ആണ്. അപ്പൊ ഗ്രീൻ ടീ വാട്ടർ ഉണ്ടാക്കി ഇതുപോലെ ഐസ് ട്രേയിൽ ഒഴിച്ചിട്ട് ഐസ് ക്യൂബ് ആക്കി എടുക്കാം. എന്നിട്ട് നിങ്ങൾ ഫേസ് പാക്ക് ഒക്കെ ഇട്ട് അത് വാഷ് ചെയ്തതിന് ശേഷം ഈ ഐസ് ക്യൂബ് എടുത്തിട്ട് ഫേസിൽ മസാജ് ചെയ്ത് കൊടുക്കാം. ഒന്നുകിൽ നിങ്ങൾക്ക് ആക്നെ ഉള്ള ഏരിയയിൽ മാത്രമായിട്ട് ഇത് വെച്ച് മസാജ് ചെയ്യാം, അല്ലെങ്കിൽ ഫേസിൽ ഫുള്ളായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇതിനകത്ത് നമ്മൾ ഗ്രീൻ ടീ മാത്രമാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ, വേറെ ഒന്നും ചേർത്തിട്ടില്ല. അപ്പൊ ഗ്രീൻ ടീയിൽ ധാരാളം ആന്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്. ഇത് സ്കിന്നിന് വളരെയധികം നല്ലതാണ്. പ്രത്യേകിച്ച് ഓയിലി സ്കിന്നുള്ളവർക്ക് ബെസ്റ്റ് ആണ് ഗ്രീൻ ടീ. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യുക. എന്നിട്ട് ഇതൊന്ന് ഡ്രൈ ആകുന്നവരെ വെയിറ്റ് ചെയ്യുക. ഇത് വാഷ് ചെയ്യൊന്നും വേണ്ട കേട്ടോ. അപ്പൊ ഈ ഐസ് ക്യൂബ് വെച്ചിട്ട് മസാജ് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന പോസ് ഒക്കെ ക്ലോസ് ആകാനും നമ്മുടെ സ്കിന്നിലെ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാനും സ്കിൻ നന്നായിട്ട് ടൈറ്റൻ ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പൊ നിങ്ങൾ ഈ 3 സ്റ്റെപ്സും രാത്രി കിടക്കുന്നതിന് മുന്നേ ചെയ്യുക. അതാണ് ഏറ്റവും ബെസ്റ്റ്. ഇത് ഒരു ദിവസം നിങ്ങൾ ഇടവിട്ട് ചെയ്യുക, 1 മാസം ചെയ്യുക. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആക്നെ പിമ്പിൾസ് ഇതൊക്കെ മാറ്റിയെടുത്ത് സ്കിൻ നല്ല ക്ലിയർ ആക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പൊ ഇതൊരു ബെസ്റ്റ് മെത്തേഡ് ആണ് കേട്ടോ. അപ്പൊ നിങ്ങളിത് ഒരു ദിവസം ഇടവിട്ട് റെഗുലർ ആയിട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്താണ് വേണ്ടത്?
ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത് കമന്റ് സെക്ഷനിൽ ഇടാനും മറക്കരുത്. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ അതുകൂടെ ഒന്ന് ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള അടിപൊളി വീഡിയോസ് ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.